പ്രാവശ്യം ലോകം പ്രദക്ഷിണം ചെയ്ത് അധാർമികളായിട്ടുള്ള ക്ഷത്രിയരെ വധിച്ചു. 21 തവണയാണ് ലോകം ചുറ്റിയത്. കാർത്തവീരാർജുനന്റെ മക്കളായിട്ടുള്ള എല്ലാവരെയും അദ്ദേഹം വധിച്ചു. 5 പേരൊഴിച്ച് 5 പേര് ഓടി ഒളിച്ചു കളഞ്ഞു. 5 പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും വധിച്ചു. അതോടൊപ്പം തന്നെ ക്ഷത്രിയനായി നിന്നിട്ടും അധർമ്മം ചെയ്യുന്നവരെ ഒക്കെയും വധിച്ചു കളഞ്ഞു. അതിന്റെ പാപവും പരശുരാമൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവില്ല. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ വാക്യം ഓർമ്മ വന്നു, പുണ്യക്ഷേത്ര സന്ദർശനം. അങ്ങനെ ക്ഷേത്രങ്ങൾ തോറും സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഒരു മഹായാഗം നടത്തുവാനും തീരുമാനിച്ചു. താൻ ചെയ്തിട്ടുള്ള ഈ പാപങ്ങളുടെ ഒക്കെ ഫലം തീർക്കുവാൻ വേണ്ടിയിട്ട് താൻ ഒരു മഹായജ്ഞം നടത്താൻ തീരുമാനിച്ചു. അതില് ഋത്തിക്കായിട്ട് കശ്യപ മഹർഷിയാണ് നിശ്ചയിച്ചത്. കശ്യപ മഹർഷിയുടെ നേതൃത്വത്താല് മഹായാഗം ആരംഭിച്ചു. യാഗമെല്ലാം നല്ല രീതിയിൽ പൂർത്തിയായി. തനിക്കുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സ്വത്തുവകകളും കശ്യപന് ദാനമായി നൽകി. അങ്ങനെ ദാനമായി നൽകിയത് കശ്യപൻ സ്വീകരിക്കുകയും പരശുരാമന്റെ അടുക്കയില് ഭാർഗവരാമന്റെ അടുക്കയില് പറയാണ്, ഇപ്പോൾ ഈ ഭൂമിയെല്ലാം എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇനി അങ്ങ് ഈ ഭൂമിയിൽ നിൽക്കേണ്ട കാര്യമില്ല. അങ്ങ് ദക്ഷിണദേശത്തേക്ക് ചെല്ലുക, അവിടെ ചെന്ന് അവിടെ വസിക്കുക എന്ന്. അങ്ങനെ കശ്യപ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഭാർഗവരാമൻ പരശുരാമൻ ദക്ഷിണദേശത്തേക്ക് എത്തുകയും അവിടെ വന്ന് വരുണദേവനെ പ്രസാദിപ്പിച്ച് വരുണദേവന്റെ അടുക്കയില് തനിക്ക് താമസിക്കുവാൻ അല്പം ഭൂമി ആവശ്യപ്പെടുകയും ചെയ്തു. കേരള ചരിത്രത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ വരുണദേവനെ പ്രസാദിപ്പിച്ച് ഭൂമി ആവശ്യപ്പെട്ടു. തന്റെ കയ്യിലുള്ള മഴു പരശു ദൂരെ കടലിലേക്ക് എറിയുകയും അത്രയും ഭാഗം കടല് ഉൾവലിഞ്ഞ് ഭൂപ്രദേശം ഉയർന്നു വരികയും ചെയ്തു. അതാണ് കേരള ദേശമായി മാറിയതെന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തില് പറയപ്പെടുന്നത്. പരശു എറിഞ്ഞുകൊണ്ട് ഉയർന്നു വന്ന ഭൂപ്രദേശം പരശുരാമ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. നമ്മുടെ കേരളം ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശം. എന്നാൽ നാരായണീയത്തില് മേൽപ്പുത്തൂർ ഭട്ടതിരി പറയുന്നുണ്ട്, പരശു അല്ല, അത്രയും ആളുകളെ വധിച്ച രക്തക്കറ പുരണ്ട പരശു അല്ല എറിഞ്ഞത്, മറിച്ച് ഹോമദ്രവ്യത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് എറിഞ്ഞതെന്നും അതുകൊണ്ട് ആ ഭൂപ്രദേശമാണ് ഉയർന്നു വന്നതെന്നും അതുകൊണ്ടാണ് ഇത് ഭഗവാന്റെ രാജ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ദേശം എന്നറിയപ്പെടുന്ന കേരള ഭൂമിയായി മാറിയതെന്ന് നാരായണീയത്തില് വർണ്ണിക്കുന്നു. ഇതാണ് പരശുരാമ അവതാരത്തിന്റെ ലക്ഷ്യം. അതായത് ഇവിടെ ഈ ഭൂമിയിൽ ക്ഷത്രിയനെന്നോ ബ്രാഹ്മണനെന്നോ യാതൊരു വകഭേദവുമില്ലാതെ ആരൊക്കെയാണോ അധർമ്മം പ്രവർത്തിക്കുന്നത് അവരെ ഒക്കെ തന്നെ ഇല്ലാതെയാക്കുവാൻ ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു 21-ാം നൂറ്റാണ്ടില് ഈ ഒരു കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമുക്ക് ധർമ്മത്തെ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഭഗവാൻ പരശുരാമൻ നൽകുന്നതും. അതായത് പരശുരാമന്റെ ഒരു കഥ കൂടി ഓർമ്മ വരുന്നു, അതുകൂടി ഒന്ന് സൂചിപ്പിക്കുക. അതായത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്ത് ഭഗവാനാണിത്, സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത മകനല്ലേ ഇത് എന്ന് നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ചോദ്യം നമ്മളൊക്കെ നേരിടാറുമുണ്ട്, ഇല്ലേ? എന്ത് സംസ്കാരമാണ് നിങ്ങൾ ഈ പഠിപ്പിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന്. ജമദഗ്നിയുടെ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജലമെടുക്കുവാൻ വേണ്ടി പോയ പതിവ്രതയായിട്ടുള്ള രേണുക, ആ വാക്ക് ഇവിടെ അനുയോജ്യമാണ്. പതിവ്രതയായിട്ടുള്ള രേണുക ആ നർമ്മദാ നദീതീരത്ത് ഒരു ഗന്ധർവനും അപ്സരസും കൂടി ജലക്രീഡ ചെയ്യുന്നത് കണ്ട് അല്പനേരം നോക്കി നിന്നു. രേണുകയെ പറ്റി പറയുന്നത് മണൽ കൊണ്ടുപോലും കുടം നിർമ്മിച്ച് അതിൽ ജലം കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നാണ്. അത്രയ്ക്ക് പാതിവൃത്യ ശുദ്ധിയുള്ള സ്ത്രീയാണ് രേണുക.
അല്പനേരം അവരുടെ ക്രീഡ നോക്കി നിന്നപ്പോൾ രേണുകയ്ക്ക് തന്നെ മനസ്സിലായി താൻ വൈകിയല്ലോ എന്ന്. അദ്ദേഹത്തിന്റെ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഇവിടെ ജലം എടുക്കാൻ വന്നത്. താൻ വൈകിയല്ലോ എന്ന് ഓർത്ത് ഒരു നിമിഷത്തേക്ക് ഓർത്ത് ജലം എടുത്തുകൊണ്ട് അവിടേക്ക് ചെന്നപ്പോൾ ജമദഗ്നി തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് രേണുക എന്ത് പ്രവൃത്തിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കി. പവിത്രമായി ചെയ്യേണ്ട പൂജാകർമ്മത്തിന് മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം എന്നൊരു നിയമം കൂടിയുണ്ട്. അപ്പോൾ രേണുകയുടെ മനസ്സ് കുറച്ചു നേരത്തേക്ക് ചഞ്ചലപ്പെട്ടു, മറ്റൊരു ചിന്തയിലേക്ക് പോയി. ആ സമയത്ത് ജമദഗ്നി തന്റെ മക്കളെ വിളിച്ചിട്ട് പറയാണ്, ഈ സ്ത്രീയുടെ കഴുത്തറുക്കൂ എന്ന്. അപ്പോൾ ബാക്കി 4 മക്കളെയും വിളിച്ചു പറഞ്ഞു അമ്മയുടെ കഴുത്തറുക്കാൻ. എന്നാൽ അതിന് മറ്റു 4 മക്കളും തയ്യാറായിട്ടില്ല. അച്ഛൻ 5-മനായിട്ടുള്ള ഭാർഗവരാമനെ വിളിച്ചു. നിന്റെ അമ്മയെ വധിക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ക്ഷണനേരം കൊണ്ട് ആ കർമ്മം നിർവഹിച്ചു. എന്തുകൊണ്ട്? ആ മകന് അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ചിന്തിക്കുക, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആരാണ് എന്ന്, നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്, നമ്മുടെ